അല്ലാതെ ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനമെടുക്കും. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിക്കൊരു മാർഗങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായിട്ടില്ല. അതുകൊണ്ട് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് തീരുമാനം വരും. അതിനൊരു ഒരു ഒരു പ്രയാസം ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഉചിതമായ സമയം എന്ന് പറയുന്നത് ഇത്രയും കാലതാമസം എവിടെയാ കാലതാമസം ഉണ്ടായത്? KPCC ഇപ്പൊ പ്രസിഡന്റ് ഉണ്ട്, ഇല്ല നിങ്ങൾ എങ്ങനെ പറയുന്നത്? KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹം മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി ആഗ്രഹം അനുസരിച്ചുള്ള ഒരു പുതിയ സംവിധാനം പാർട്ടി ആലോചിച്ച് ചെയ്യും. പറയുന്നുണ്ട് വലിയ പ്രയാസം ഉണ്ട്. രണ്ടു മാസമല്ലേ ആയിട്ടുള്ളൂ. അത് വലിയൊരു കാലാവധിയായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ഇതാണോ ചോദിക്കാനുള്ളത്? ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിഴിഞ്ഞാണോ? അല്ല, KPCC പ്രസിഡന്റ് ആണോ? ഇന്ന് ഈ രാജ്യത്തെ അതൊന്നും അല്ല സഹോദര. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ്. ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വെട്ടി നുറുക്കി പിളർത്തി CBI, അതുപോലെ ED, ഇലക്ഷൻ കമ്മീഷൻ, ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോഡിക്കും ഷായ്ക്കും എതിരെ എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ അത്? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 40-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രീനാഥിൽ, കേദാർനാഥിൽ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാനും വേണ്ടി മാത്രമാണ്, അല്ല ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടല്ല. ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ. ഇതിപ്പം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്.